നമസ്കാരം. പൊതുവേദി ആരംഭിക്കുന്നു. ആലപ്പാട്ട് സമരം ചെയ്യുന്നത് മലപ്പുറത്തുകാരാണെന്ന് പറഞ്ഞത് ഒരു പ്രയോഗം മാത്രമായിരുന്നുവെന്ന് മന്ത്രി ഇ.പി. ജയരാജൻ. മലപ്പുറത്ത് താനൂരും തിരൂരുമാണ് കടലുള്ളത്. മലപ്പുറം എന്ന പ്രദേശത്ത് കടലില്ല. ഇവിടുന്നുള്ളവർ മൈനിങ്ങിനെക്കുറിച്ചുള്ള ചർച്ചയിൽ പങ്കെടുക്കുന്നതെന്തിനെന്ന് മന്ത്രി ചോദിച്ചു. ആര് വിചാരിച്ചാലും ആലപ്പാട്ടെ ഖനനം നിർത്താൻ കഴിയില്ലെന്നും വ്യവസായ മന്ത്രി ഇ.പി. ജയരാജൻ പറഞ്ഞു. മന്ത്രി മലപ്പുറത്തുകാരെ അപമാനിച്ചോ എന്നാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471661581. വാട്സ്ആപ്പ് വീഡിയോ ആയും പ്രതികരണം അറിയിക്കാം. പൊതുവേദിയിൽ ആദ്യം രജിത്ത് എന്ന പ്രേക്ഷകനാണ് കൊല്ലത്തുനിന്ന് ചേരുന്നത്. രജിത്ത്, എന്താണ് താങ്കളുടെ അഭിപ്രായം? മലപ്പുറം എന്ന ആലപ്പാട്ടെ പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള മന്ത്രി ഇ.പി. ജയരാജന്റെ പരാമർശത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഹലോ, പറയൂ. മന്ത്രിക്ക് ആലപ്പാടിനെ കുറിച്ചോ അല്ലെങ്കിൽ ആലപ്പാട് പഞ്ചായത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് അറിയത്തില്ല. അതുകൊണ്ടാണ് മന്ത്രി അങ്ങനെ പ്രതികരിച്ചത്. ആലപ്പാട് നിവാസികൾ വർഷങ്ങൾ കൊണ്ട് ഞങ്ങളൊക്കെ സംരംഭത്തിൽ നിന്ന് പ്രവർത്തിച്ച ആൾക്കാരാണ്. വർഷങ്ങൾ കൊണ്ട് ആലപ്പാട് പഞ്ചായത്ത് നിവാസികൾ പ്രവർത്തി അവിടെ ആ നാടിനെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോഴത്തെ ഭരണകൂടവും മന്ത്രിയെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അവിടെ ഇതുവരെയും 4 ദിവസം മന്ത്രി പറഞ്ഞ മണ്ണ് കടത്തോ മറ്റുള്ള വിഷയങ്ങളോ ഒന്നും അവിടെ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ മന്ത്രി അവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാതാണ് ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആലപ്പാട് പഞ്ചായത്ത് നിവാസി എന്ന നിലയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇനി ഖനനം നടക്കാൻ ഞങ്ങൾ അനുവദിക്കുന്നതല്ല. അത് ആവശ്യമില്ലാത്ത കാര്യമാണ് മന്ത്രി പറയുന്നത്. അത് നിജസ്ഥിതിയെ കുറിച്ച് പഠിച്ചിട്ട് മാത്രമേ പറയാൻ പാടുള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം. രജിത്ത്, ഇതിൽ മന്ത്രി തന്നെ പറയുന്നുണ്ട് കൂടുതൽ പരിശോധനകൾ നടത്തും, എന്താണ് പ്രശ്നം എന്നത് പരിശോധിക്കുമെന്ന്. ഇന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം, പരിസ്ഥിതി പ്രശ്നമാണോ അതോ ആലപ്പാട് ഇല്ലാതാകുന്നതാണോ, എന്താണ് യഥാർത്ഥ പ്രശ്നമെന്ന് പോലും ഈ സമരക്കാർക്ക് അത് അഡ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു വിമർശനം അദ്ദേഹം ഉന്നയിച്ചു. അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അത് മന്ത്രി പറഞ്ഞത് ഉന്നതതല സമിതി അന്വേഷിച്ച് പിന്നെ ഇതിന്റെ നിജസ്ഥിതി കണ്ടെത്തിയ അത് KMLന്റെ ഒരു MD പോയി അന്വേഷിച്ച് കണ്ടെത്തിയെന്നാണ് മന്ത്രി ജയരാജൻ പറയുന്നത്. പക്ഷെ അത് തെറ്റാണ്. ഈ KMLന്റെ മന്ത്രി പോയി അന്വേഷിച്ച് MD അന്വേഷിച്ച് കണ്ടെത്തിയാൽ അയാൾക്ക് വേണ്ടി പിന്നെ ഉള്ള കാര്യങ്ങളെ കണ്ടെത്തുക. അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സത്യാവസ്ഥ ഒരിക്കലും മന്ത്രിക്ക് റിപ്പോർട്ട് അവർ കൊടുക്കൂല. ടൈറ്റാനിയത്തിലെ MD അയാൾ ജനങ്ങൾക്ക് ദ്രോഹപരമായ കാര്യങ്ങളെ ചെയ്യൂ. ശരി, വളരെ നന്ദി രജിത്ത് വിളിച്ചതിന്. തലശ്ശേരിയിൽ നിന്ന് ശ്രീധരൻ എന്ന പ്രേക്ഷകൻ ചേരുന്നു. പറയൂ ശ്രീധരൻ, എന്താണ് താങ്കളുടെ അഭിപ്രായം? കേൾക്കാമോ? അദ്ദേഹം ടെലിഫോൺ ലൈനിലില്ല. മറ്റൊരു പ്രേക്ഷകൻ പ്രേമൻ ചെന്നൈയിൽ നിന്നും. പറയൂ പ്രേമൻ, എന്താണ് താങ്കളുടെ അഭിപ്രായം? അല്ല, നിങ്ങളെ ഇത് കൊടുത്തത് തന്നെ മലപ്പുറത്തുകാരെ അപമാനിച്ചൊന്നുമല്ല. മലപ്പുറത്തുകാരെ അവമാനിച്ചില്ല. മലപ്പുറത്ത് നിന്ന് ഒരാൾ വന്നിട്ട് അവിടെ ആലപ്പാട്ട് സമരം നടത്തുന്നതിനെ പറ്റിയിട്ടാണ് ഇ.പി. പറഞ്ഞിട്ടുള്ളത്. ആ സമരവുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ്. ഈ സുധാകരൻ ഇന്ന് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ആ പ്രശ്നം പരിഹരിക്കുന്ന ആവശ്യമായിട്ട് നടപടി സ്വീകരിക്കുന്നതിനാണ് പറഞ്ഞിട്ടുള്ളത്. ആ പ്രദേശത്തെ ജനങ്ങളെ വികാരം മാനിച്ചുകൊണ്ടുള്ള തീരുമാനമായിരിക്കും മുഖ്യമന്ത്രി എടുക്കുക. കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വളരെ പാവപ്പെട്ട ഒരു ഇതിൽ നിന്ന് കടന്നു വന്ന ഒരു മുഖ്യമന്ത്രി. അതുകൊണ്ട് പാവങ്ങളുടെ പ്രശ്നങ്ങൾ തീർച്ചയായും മനസ്സിലാക്കി പാവങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനമേ മുഖ്യമന്ത്രി എടുക്കൂ. അല്ലാതെ കണ്ട് മറ്റുള്ള ഒരു അളവളിത്തരമായിട്ടുള്ള ഒരു തീരുമാനം മുഖ്യമന്ത്രി എടുക്കും നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം അതുകൊണ്ട് ആലപ്പാട്ടുകാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി തന്നെ ഒരു തീരുമാനം, നടപടി ആ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയാണ് അദ്ദേഹത്തിനുള്ളത്. വളരെ നന്ദി വിളിച്ചതിന്. തങ്ങൾ കുഞ്ഞ് എന്ന പ്രേക്ഷകൻ കായംകുളത്ത് നിന്നും. പറയൂ തങ്ങൾ കുഞ്ഞ്. ഹലോ, പറയൂ, എന്താണ് ഈ വിഷയത്തിലെ താങ്കളുടെ അഭിപ്രായം? മന്ത്രിയുടെ ഈ വിവാദ പരാമർശത്തിലുള്ള താങ്കളുടെ അഭിപ്രായവും എന്താണ്? ഹലോ, ഈ മന്ത്രിയുടെ ഈ പ്രസ്താവന അനവസരത്തിലായിപ്പോയി. കാരണം മുമ്പ് മുഹമ്മദ് അലി എന്ന് പറയുന്ന ബോക്സിംഗ് ചാമ്പ്യൻ മരിച്ചപ്പോ ട്രെയിനിൽ വെച്ച് കാര്യങ്ങൾ അന്വേഷിക്കാതെ പ്രതികരണം വന്നത് ഈ കേരള സംസ്ഥാനം പൊതുസമൂഹം ചർച്ചയ്ക്കെടുത്താണ്. കാരണം കാര്യങ്ങൾ പഠിക്കാതെ പറയാൻ പാടില്ല. കാരണം അവിടുത്തെ ജനങ്ങൾ മുട്ടുമ്പോൾ ഇതിനിടയിൽ മുഖ്യമന്ത്രി തന്നെ ചർച്ചയ്ക്ക് വിളിക്കാമെന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം മുഖ്യമന്ത്രിയെ ധിക്കരിച്ചുകൊണ്ട് ഈ മന്ത്രി ഇതിനെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാതെ സംസാരിക്കുന്നത് പൊതുസമൂഹം കേസോടുകൂടിയേ കേൾക്കുന്നുള്ളൂ. ഇന്ന് അദ്ദേഹത്തിന്റെ വിശദീകരണം ആ വിഷയത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പരാമർശം വിവാദമായതിനു ശേഷം അദ്ദേഹം അത് വിശദീകരിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, അതൊരു പ്രയോഗം മാത്രമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് ചാനൽ ചർച്ചകളിലും മറ്റും ഈ മൈനിങ്ങിനെ കുറിച്ചുള്ള ഈ ബുദ്ധിമുട്ടുകളെ കുറിച്ചും പ്രശ്നങ്ങളെ കുറിച്ചും സംസാരിക്കാൻ എത്തുന്നത്
മലപ്പുറത്ത് നിന്നുള്ളവരാണ് എന്നത് ഞാൻ സൂചിപ്പിക്കുകയായിരുന്നു. മലപ്പുറം എന്ന് പറയുന്ന പ്രദേശം മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവിടെ കടലില്ല. അവിടെ നിന്നുള്ളവർ എന്തിനീ ചർച്ചയിൽ പങ്കെടുക്കുന്നു എന്നും ചോദിച്ചു. അദ്ദേഹത്തിന്റെ വിശദീകരണം തൃപ്തികരമാണ്? തൃപ്തികരമല്ല. തൃപ്തികരമല്ല എന്ന് മാത്രമല്ല, ഒരു മലപ്പുറത്തുള്ള ഒരു പ്രത്യേക സമുദായത്തെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയായിട്ട് പൊതുസമൂഹം വിലയിരുത്തുന്നുണ്ട് ഇപ്പോ. ശരി, വളരെ നന്ദി തങ്ങൾ കുഞ്ഞ് കായംകുളത്ത് നിന്ന് വിളിച്ചതിനും അഭിപ്രായം പറഞ്ഞതിനും. മറ്റൊരു പ്രേക്ഷകൻ മലപ്പുറത്ത് നിന്ന് ചേരുന്നു. അബ്ദുൽ ഖാദർ, എന്താണ് താങ്കളുടെ ഈ വിഷയത്തിലുള്ള അഭിപ്രായം? മലപ്പുറത്തുകാരെ മന്ത്രി അപമാനിച്ചു എന്നൊരു തോന്നൽ താങ്കൾക്കുണ്ടോ? ഹലോ, പറയൂ. വിദ്യാഭ്യാസ പുരോഗതിയെ സംബന്ധിച്ച് ചർച്ച വന്നപ്പോൾ VS പറഞ്ഞത് മലപ്പുറത്തുകാരുടെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് അന്വേഷിക്കണം എന്നാണ്. അതുകൊണ്ട് ഒരു പ്രത്യേക ഒരു ന്യൂനപക്ഷ കണ്ണുവെച്ചിട്ടാണ് ഇപ്പൊ EP ജയരാജൻ പറഞ്ഞത്. അത് ശരിയായില്ല. അദ്ദേഹം ഒരു സമുദായത്തിനെ മാത്രം ലാക്കാക്കിക്കൊണ്ട് പറഞ്ഞത്. ശരി, കോപ്പി അടിച്ചതാണ് എന്ന VSന്റെ പരാമർശം കൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. അതിന് സമാനമായ ഒരു അഭിപ്രായ പ്രകടനമായി പോയി EP ജയരാജന്റെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു. മറ്റൊരു പ്രേക്ഷകൻ ഒറ്റപ്പാലത്ത് നിന്നും പ്രദീപ് ചേരുന്നു. പ്രദീപ്, എന്താണ് താങ്കൾക്കുള്ള അഭിപ്രായം? ഹലോ മാഡം, പറയൂ. മാഡം കേട്ടോ? കേൾക്കാം. മാഡം, ആലപ്പാട് വിഷയം എന്താ? വ്യക്തമായില്ല, എന്താണ്? ആലപ്പാട് വിഷയം എന്തായാലും ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ തകർക്കാനുള്ള ഒരു കുത്തക മുതലാളിമാരുടെ കളി തന്നെയാണ്. ഈ മലപ്പുറത്തെ കുറിച്ച് മന്ത്രി നടത്തിയ പരാമർശത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? മാഡം, മലപ്പുറം എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടല്ലോ, അല്ലാതെ ജില്ലയുടെ മൊത്തമല്ലല്ലോ. മലപ്പുറം പറഞ്ഞൊരു മലപ്പുറത്തൊരു സ്ഥലം ഉണ്ടല്ലോ. ആ മലപ്പുറത്തെ ആളുകളാണെന്നാണ് മന്ത്രി ഇതാക്കിയത്, അല്ല മലപ്പുറത്തുകാരെ മൊത്തം കുറ്റപ്പെടുത്തുന്നില്ല. ശരി, വളരെ നന്ദി പ്രദീപ് വിളിച്ചതിന്. തിരൂരിൽ നിന്ന് ഷാജിർ എന്ന പ്രേക്ഷകൻ ചേരുന്നു. എന്താണ് ഷാജിർ താങ്കളുടെ അഭിപ്രായം? ഹലോ, കേൾക്കാനുണ്ടോ? കേൾക്കാം. ആലപ്പാട്ടിന്റെ കാര്യത്തിലാണ് മന്ത്രി പ്രതികരിച്ചിട്ടുള്ളത്. ആലപ്പാടിന്റെ പ്രശ്നം എന്ന് പറയുന്നത് കേരളം മൊത്തമായിട്ട് ഏറ്റെടുത്ത പ്രശ്നമാണ്. അത് മലപ്പുറത്തുകാർ മാത്രമാണ് അവിടെ ചെല്ലുന്നത്, സമരം ചെയ്യുന്നതെന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിന്റെ വിശദീകരണം ഇന്നത്തെ തൃപ്തികരമാണ്? അല്ലല്ല, ഒരിക്കലും തൃപ്തികരമല്ല. കാരണം ഒന്നാമത്തെ ആലപ്പാടിന്റെ പ്രശ്നം മലപ്പുറത്തിന്റെ മാത്രം പ്രശ്നമല്ല, പിന്നെ മലപ്പുറത്തിനെ അധിക്ഷേപിക്കുക എന്നതുകൂടി മന്ത്രി ഉദ്ദേശിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് പറയുന്നത് താൻ ഒന്നും പ്രത്യേകിച്ച് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, അതൊരു പ്രയോഗത്തിന്റെ ഭാഗമായി പറഞ്ഞതാണ്. ചർച്ചകളിലും മറ്റും മലപ്പുറത്ത് നിന്നുള്ളവർ പങ്കെടുക്കുന്നത് കണ്ടിട്ട് പറഞ്ഞതാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മാപ്പ് പറയില്ല എന്നൊരു നിലപാടാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ളത്. അത് സ്വീകാര്യമാണോ? അതോ മന്ത്രി ഈ വിഷയത്തിൽ മാപ്പ് പറയണം എന്നൊരു അഭിപ്രായമാണോ ഒരു മലപ്പുറത്തുകാരൻ എന്ന നിലയിൽ കൂടി താങ്കൾക്കുള്ളത്? ഞാൻ പറയുന്നത് മന്ത്രി ആദ്യം മന്ത്രിയുടെ പ്രസ്താവന വസ്തുതാപരമാണോ എന്നുള്ളത് ആദ്യം നോക്കേണ്ടതുണ്ട്. കാരണം മലപ്പുറത്തുകാർ മാത്രമല്ല ഈ ചാനൽ ചർച്ചകളിൽ എത്തുന്നതും അതുപോലെ തന്നെ പ്രസ്താവനകൾ ഇറക്കുന്നതും സമരത്തിന് പോകുന്നതും. ശരി, ഓക്കെ. അതുകൊണ്ട് ശരി, വളരെ നന്ദി ഷാജിർ തിരൂരിൽ നിന്ന് വിളിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്തതിന്. തിരുവനന്തപുരത്ത് നിന്ന് സന്തോഷ് എന്ന പ്രേക്ഷകനാണ് അടുത്തതായി ചേരുന്നത്. സന്തോഷ്, എങ്ങനെയാണ് താങ്കൾ കാര്യങ്ങളെ കാണുന്നത്? അല്ല, ഞാൻ പറഞ്ഞത് മന്ത്രിയുടെ ഒരു പ്രസ്താവന ഒരു മന്ത്രി കുറച്ചുകൂടെ ചിന്തിച്ച് പറയേണ്ട ഒരു കാര്യമായിരുന്നു. പ്രത്യേകിച്ച് മലപ്പുറത്തുള്ളവരാണ് സമരത്തിൽ മുന്നിലുള്ളത് എന്ന് പറയുന്നത് ഒരു ജില്ലയ്ക്ക് അങ്ങനെ ഉണ്ടോ? കാരണം ഇടുക്കി അടുപ്പിച്ചിട്ടാണല്ലോ ഈ AKG സമരം ചെയ്ത്. അമരാവതിയാണെന്ന് തോന്നുന്നു ആ സ്ഥലത്തിന്റെ പേര്. പുള്ളിക്കാരൻ കണ്ണൂർക്കാരനാണ്. ഇടുക്കിയിലൊന്നും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കിസാൻ മാർച്ച് നടത്തിയായിരുന്നല്ലോ ഇടത് പാർട്ടികൾ ഡൽഹിയിൽ. അപ്പൊ അത് നടത്തിയത് ഈ ബിജു കൃഷ്ണൻ എന്ന് പറയുന്ന പുള്ളിയല്ലേ? എനിക്ക് തോന്നുന്നു പുള്ളിയുടെ സ്ഥലവും കണ്ണൂരാണ്. പുള്ളിയും ഡൽഹിയിൽ പോയല്ലേ ചെയ്തത്. ഹലോ, ശരി, കേൾക്കാം. വ്യക്തമാവുന്നില്ലയോ? ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലയോ? അപ്പം അദ്ദേഹത്തിന്റെ പ്രസ്താവനകളിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് അദ്ദേഹം കുറച്ചുകൂടി ചിന്തിച്ചിട്ട് പറയുക. അല്ലെങ്കിൽ എന്ത് ലോജിക്കാണ് അതിലുള്ളത്? മലപ്പുറത്തുള്ളവര് ഇതിൽ പങ്കെടുത്തുകൂടാന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ശരി, വളരെ പ്രസക്തമായ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയായിരുന്നു സന്തോഷ്. വളരെ നന്ദി സന്തോഷ് വിളിച്ചതിനും അഭിപ്രായം പറഞ്ഞതിനും. മുബാറക് എന്ന പ്രേക്ഷകൻ ചാവക്കാട് നിന്നും ചേരുന്നു. മുബാറക്, എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇത് EP ജയരാജൻ എന്നത് പിണറായി അതേ ശൈലിയുള്ള ധാർഷ്ട്യമുള്ള ഒരു മന്ത്രിയാണ്. അവർക്ക് എന്തും പറയാം, അവർക്ക് എന്തും ചെയ്യാം. എന്ന് വ്യവസായികളെ ഏറ്റവും കൂടുതൽ അനുകൂലിക്കുന്നത് ഇടതുപക്ഷമാണ്. എല്ലാ കാര്യം നടക്കണമെങ്കിൽ ഇടതുപക്ഷത്തിന്റെ കാലവും ഇടതുപക്ഷത്തിനോട് നീങ്ങുന്നതാണ് അവർക്ക് ലാഭം. കാരണം ഹൈവേ വികസനം, പിന്നെ ഗ്യാസ് ലൈൻ വരല്, ഇത് കരിമണ്ണെടുക്കല്, ഇത് മറ്റൊരു UDF ഗവൺമെന്റ് ആണെങ്കിൽ ശക്തമായ സമരങ്ങളും ആയിട്ട് മുന്നോട്ട് പോവുകയും
ഇവരെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഈ DYFI പോലുള്ള ഈ പീക്കിൽ സംഘടനകൾ ഇവർക്കെതിരെ ഒന്നും ഉണ്ടില്ല. എനിക്കിതിനെ പറ്റി പറയാനുള്ളത്. ശരി, വളരെ നന്ദി മുബാറക് വിളിച്ചതിന്. ഹാഷിം എന്ന പ്രേക്ഷകൻ കണ്ണൂരിൽ നിന്ന് ചേരുന്നു. ഹാഷിം, എന്താണ് താങ്കളുടെ അഭിപ്രായം? ഹലോ, പറയൂ, കേൾക്കാം. ഹലോ ഹാഷിം പറയുന്നത് കേൾക്കാം. താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. ഹാഷിം എന്ന പ്രേക്ഷകൻ ആ ടെലിഫോൺ ലൈൻ കട്ടായിരിക്കുകയാണ്. ആലപ്പാട് നിന്ന് ലജീഷ് എന്ന പ്രേക്ഷകൻ ചേരുന്നു. ലജീഷ്, ഒരു ആലപ്പാടുകാരൻ എന്ന നിലയിൽ മന്ത്രിയുടെ പ്രസ്താവനയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇതാണ്, നമുക്കിപ്പോ ബ്ലഡ് ഡൊണേറ്റ് നമ്മൾ ചെയ്യാറുണ്ട്. വർഷത്തിൽ 2 പ്രാവശ്യമൊക്കെ ഡൊണേറ്റ് ചെയ്യണമെന്നാണ്. ഇത് കഴിഞ്ഞ 70 വർഷമായിട്ട് മണ്ണിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഒരു റെസ്റ്റ് ഇല്ലാതെ. 24 മണിക്കൂർ 365 ദിവസം. അപ്പൊ അതേപോലെ ആ എടുത്തോണ്ടിരിക്കുമ്പോ അത് ഭൂമിയുടെ അവസ്ഥ മൊത്തം നശിച്ചിരിക്കുകയാണ്. അവിടെ വന്ന് സന്ദർശിച്ചാലും അത് കാണാൻ പറ്റത്തുള്ളൂ അവിടുത്തെ കാര്യങ്ങൾ. ഇവിടെ വരുന്നോണ്ട് അവിടെ ഒന്നുമില്ല, കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണത്? ഇത് മലപ്പുറത്തുള്ള പറയുമ്പോൾ ഇത് ഇന്ത്യയല്ലേ, മലപ്പുറം കേരളത്തിന്റെ ഒരു ഭാഗമാണ് അല്ലേ? അപ്പൊ അവിടെ ഉള്ളവർ വന്നുകൂടെ? ഇവിടെ എല്ലാരും വരുന്നുണ്ടല്ലോ. ഹലോ, കേൾക്കാം. ലജീഷ്, ഇന്ന് മന്ത്രി 2 കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. താങ്കൾ ആലപ്പാട് നിന്നുള്ള ആളായതുകൊണ്ട് കൂടിയാണ് ഞാൻ താങ്കളോട് ചോദിക്കുന്നത്. ഇതൊരു പരിസ്ഥിതി പ്രശ്നമാണോ, അതോ ആലപ്പാട് ഇല്ലാതാകുന്നു എന്നതിലെ ബുദ്ധിമുട്ടാണോ? എന്താണ് ഇവർ പറയുന്നത്? അതിൽ പോലും വ്യക്തതയില്ല എന്ന് ഇന്ന് മന്ത്രി പറയുകയുണ്ടായി. എന്ത് വിഷയത്തിൽ ഊന്നിയാണ് സമരം എന്നതിൽ പോലും വ്യക്തതയില്ല എന്ന തരത്തിൽ. അങ്ങനെ ഒരു വ്യക്തത കുറവുണ്ടോ ഈ സമരത്തിൽ? അവിടെ ഞങ്ങൾക്ക് ഫുൾ വിശ്വാസമാണ് ഈ സമരത്തെ കുറിച്ച്. ഇവിടെ ഭൂമി മൊത്തം നശിച്ചുകൊണ്ടിരിക്കുക. അതിവിടെ വന്ന് നോക്കിയാലേ അറിയത്തുള്ളൂ. കഴിഞ്ഞ 70 വർഷമായിട്ട് മണ്ണ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. നമുക്ക് അവിടെ ഒരു അമ്പലമുണ്ട്, കാട്ടിലമ്പലം. അമ്പലത്തിന്റെ തെക്കുവശത്ത് കണ്ടാൽ ആ മണ്ണ് മൊത്തം കൂട്ടി അവിടെ ഇട്ടിരിക്കുകയാണ്. അതിന്റെ ബാക്കിൽ പോയി കഴിഞ്ഞാൽ കടലും കായലും വളരെ അടുത്ത് ചേർന്നിരിക്കുകയാണ് ഏരിയ. അത് നിങ്ങൾക്ക് പോയാൽ കാണാൻ പറ്റും. അത് കാണാതിരിക്കാൻ വേണ്ടിയാണ് മണ്ണിട്ട് മറച്ചു വെച്ചിരിക്കുന്നത്, വലിയൊരു മല പോലെ. അവിടെ ആരും പോവാതിരിക്കാൻ സെക്യൂരിറ്റി നിർത്തിയിട്ടുണ്ട്. സുനാമി വന്നതിന് ശേഷം ഉണ്ടായതാണോ, അതോ ഖനനം മൂലം മാത്രം ഉണ്ടായതാണോ? കരിമണൽ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുമ്പോൾ ഇത് പ്രസവിക്കുന്നതല്ലല്ലോ കരിമണൽ. കൃഷിയാണോ കരിമണൽ? അല്ല, കടലിൽ വരുന്ന ഒരു സമ്പത്ത് അതങ്ങനെ എടുത്തോണ്ടിരിക്കുമ്പോൾ കുറയുമ്പോൾ കര പൊക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു 80 വയസ്സുള്ള ആളോട് ചോദിച്ചു കഴിഞ്ഞാൽ കടൽ പണ്ട് എവിടെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഒരു 10 കിലോമീറ്റർ ബാക്കിലായിരുന്നു കടൽ. അതിന്ന് വന്ന് ഇന്ന് ഈ അറ്റത്തെത്തിയിരിക്കുകയാണ് കടൽ. മറ്റൊരു കാര്യം, ഈ മലപ്പുറം പരാമർശം അത് ബോധപൂർവം സമരക്കാർക്കിടയിൽ ഭിന്നതയുണ്ടാക്കാനുള്ള ശ്രമമാണ് എന്നാണ് സമരരംഗത്തുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷെ മന്ത്രി പറയുന്നത് അതൊരു പ്രയോഗം മാത്രമാണ്. ചർച്ചകളിലും മറ്റും പങ്കെടുക്കുന്നവരെ കണ്ടിട്ട് ഞാൻ പറഞ്ഞപ്പോൾ അത് അങ്ങനെ ആയിപ്പോയി, അതൊരു പ്രയോഗം എന്ന നിലയിൽ മാത്രം കണ്ടാൽ മതി എന്നാണ്. താങ്കൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? മലപ്പുറം പാകിസ്ഥാന്റെ ഭാഗമാണോ മലപ്പുറം? അത് അഫ്ഗാനിസ്ഥാന്റെ ഭാഗമാണോ മലപ്പുറം? മലപ്പുറം ഇന്ത്യയുടെ ഭാഗമാണ്, മലപ്പുറം കേരളത്തിന്റെ ഭാഗമാണ്. ഇവിടെ മലപ്പുറത്ത് നിന്ന് മാത്രമല്ല കേരളം മൊത്തം വരുന്നുണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് വരെ വന്നിട്ടുണ്ട് ഇവിടെ. ശരി, വളരെ നന്ദി ലജീഷ് ആലപ്പാട് നിന്ന് വിളിച്ചതിനും താങ്കളുടെ അഭിപ്രായം പറഞ്ഞതിനും. ബാബു എന്ന പ്രേക്ഷകൻ കോട്ടയത്ത് നിന്ന് ചേരുന്നു. ബാബു, എന്താണ് താങ്കളുടെ അഭിപ്രായം? ഹലോ, പറയൂ. അതെ, ഇപ്പൊ ഈ പ്രശ്നം കുത്തിപ്പൊക്കിയത് ഈ പ്രൈവറ്റ് മണ്ണുകാരാണ്. പ്രൈവറ്റുകാർ അവിടുന്ന് മണ്ണ് കൊണ്ടുവന്ന് നിർത്തി. അതിന്റെ അവരുടെ കൂടെ കുത്തിപ്പൊക്കിയ പ്രശ്നമായിരുന്നു. ഇപ്പൊ ഇന്നലെ രാവിലെ പിണറായി വിജയൻ ഭരിക്കാൻ തുടങ്ങിയപ്പോൾ നടന്നതല്ല ഇത്. പണ്ട് കുഞ്ഞാലിക്കുട്ടി ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴും മണ്ണ് വാരിക്കൊണ്ടിരുന്നു. അന്ന് KMM പൊട്ടിച്ച് പ്രൈവറ്റുകാർക്ക് പൈസ കൊടുത്തിട്ട് കമ്മീഷൻ വാങ്ങിച്ച ആളാ കുഞ്ഞാലിക്കുട്ടി. ഇപ്പൊ എന്നിട്ട് വലിയ കോൺഗ്രസ്സുകാരെല്ലാം കൂടെ വലിയ മുതലക്കണ്ണീര് ഒഴിക്കുന്നത് മഹാവൃത്തികേടാണത്. സ്വകാര്യ ലോബിയുടെ സമ്മർദ്ദമാണ് ഇപ്പോഴത്തെ ഈ സമരത്തിന് പിന്നിലെന്ന് താങ്കൾ കരുതുന്നു? ആ മണ്ണ് അവിടുന്ന് കട്ട് വാരിക്കൊണ്ട് പോകുന്നത് ലോറികളിൽ കൊണ്ടുവന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അതിപ്പോ അവിടെ നിർത്തി. ഇടതുപക്ഷം അത് അവിടെ നിർത്തി കഴിഞ്ഞപ്പോ അവരെല്ലാം കൂടെ കുത്തിപ്പൊക്കി പൈസ കൊടുത്ത് ആ സമരക്കാരെ അവിടെ എത്തിയിരിക്കുകയാണ്. ശരി, വളരെ നന്ദി ബാബു കോട്ടയത്ത് നിന്ന് വിളിച്ചതിനും അഭിപ്രായം പറഞ്ഞതിനും. താനൂരിൽ നിന്ന് ജിഹാദ് എന്ന പ്രേക്ഷകൻ ചേരുന്നു. ജിഹാദ്, എന്താണ് മന്ത്രിയുടെ പരാമർശത്തെക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? ഹലോ, ഞാൻ ജിഹാദ് താനൂര്. പറയൂ. മന്ത്രിയുടെ പ്രസ്താവന വളരെ തെറ്റാണ്. ഞങ്ങൾ മലപ്പുറത്തുകാരെ കുറിച്ചിട്ട് മന്ത്രിമാര് കുറെ കാലമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വെള്ളപ്പൊക്ക സമയത്തൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് താനൂരിൽ നിന്ന് ഒരുപാട് മത്സ്യത്തൊഴിലാളികൾ പല ഏരിയയിലും പോയിട്ടുണ്ട്. അപ്പൊ ഈ കാര്യത്തിൽ മാത്രം ആലപ്പാട് സമരത്തിന് മലപ്പുറത്ത് നിന്ന് എന്തിനാണ് സമരം ചെയ്യുന്നതെന്ന് പറയുന്നത് വളരെ തെറ്റാണ്. വളരെ വിഡിത്തമാണ് ഈ മന്ത്രിമാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവന്മാരെയൊക്കെ നമ്മളിങ്ങനെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചവന്മാരെ വേണം പറയാൻ.
ശരി, വളരെ നന്ദി ജിഹാദ് വിളിച്ചതിന്. പൊതുവേദി തുടരുന്നു. ആലപ്പാട്ട് സമരം ചെയ്യുന്നത് മലപ്പുറത്തുകാരാണെന്ന് പറഞ്ഞത് ഒരു പ്രയോഗം മാത്രമായിരുന്നുവെന്ന് മന്ത്രി പി ജയരാജൻ പറഞ്ഞു. മലപ്പുറത്ത് താനൂരും തിരൂരുമാണ് കടലുള്ളത്. മലപ്പുറം എന്ന പ്രദേശത്ത് കടലില്ല. ഇവിടെ നിന്നുള്ളവർ മൈനിങ്ങിനെ കുറിച്ചുള്ള ചർച്ചയിൽ പങ്കെടുക്കുന്നത് എന്തിനെന്നും മന്ത്രി വിശദീകരിച്ചു. ഈ വിഷയമാണ് പൊതുവേദി പരിശോധിക്കുന്നത്. ഇപ്പോൾ എറണാകുളത്ത് നിന്നും സുഗുണൻ എന്ന പ്രേക്ഷകൻ ചേരുന്നു. സുഗുണൻ, മന്ത്രിയുടെ വിശദീകരണം തൃപ്തികരമാണോ? തൃപ്തികരമല്ല മാഡം. ഹലോ, പറഞ്ഞോളൂ. തൃപ്തികരമല്ല മാഡം. ഇതൊക്കെ ഈ മന്ത്രിനെ പോലുള്ള തലക്ക് വെളിയില്ലാത്ത ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് തലക്ക് വെളിവില്ലാതായിക്കൊണ്ടിരിക്കുക. കാരണം ഒരു പൊതു മേഖലകളിൽ ഒരു പൊതുജനങ്ങളിൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ഒരു സമരം നടന്നു വരുമ്പോൾ അതിനെല്ലാം ഇങ്ങനെയെല്ലാം വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിരുത്സാഹപ്പെടുത്തുന്ന തരത്തിൽ ഇന്നലെ ആർവോ എന്നുള്ള പരിപാടി എറണാകുളത്ത് നടന്നു. അതിനകത്ത് തീവ്രവാദികളാണ് പങ്കെടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവിടെയും മുഖ്യമന്ത്രി പങ്കെടുക്കുന്നതൊക്കെ പറഞ്ഞ് പിന്നെ തീവ്രവാദികൾ പങ്കെടുക്കുന്നത് കൊണ്ട് മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത്. ഇതുപോലെയുള്ള ജനകീയമായ കാര്യങ്ങളെല്ലാം വരുമ്പോൾ ഈ മുഴുവൻ ന്യായങ്ങൾ നടക്കും. ആദ്യം നമ്മുടെ കേരളത്തിലെ സംവരണ വിഷയത്തിൽ തന്നെ സംവരണത്തിന്റെ ഇതിൽ തന്നെ ഇവർ 2-3 നയങ്ങൾ കേന്ദ്രത്തിനോട് അവർ അനുകൂലമായിട്ട് നിൽക്കുന്നത്. കേരളത്തിൽ ഇവർ ഇത്തരം വൃത്തികെട്ട നയങ്ങളുള്ള ഇടതുപക്ഷ പ്രസ്ഥാനത്തിനോട് എനിക്ക് പുച്ഛം തോന്നിയാണ് കേട്ടോ. ശരി, സുഗുണൻ എന്ന പ്രേക്ഷകനാണ് എറണാകുളത്ത് നിന്ന് വിളിച്ചത്. ഇടുക്കിയിൽ നിന്ന് സജി എന്ന പ്രേക്ഷകൻ ചേരുന്നു. സജി, എന്താണ് താങ്കളുടെ അഭിപ്രായം? എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മന്ത്രി പറഞ്ഞതിനോട് ഒരിക്കലും എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. വെച്ചാൽ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് മലപ്പുറത്ത് ഇങ്ങനെയുള്ള വിഷയം ഉണ്ടായപ്പോ പിന്നെ അവിടെയുള്ള വിവരക്കേടുന്ന് നമ്മുടെ മന്ത്രിസഭയിൽ തന്നെ എത്ര പേർക്കുണ്ട് നല്ല ന്യായമായിട്ട് കാര്യങ്ങളെ കുറിച്ച് അറിയാവുന്ന എത്ര മന്ത്രിമാരുണ്ട്? ഒരു മന്ത്രിയും ഇല്ല. പിന്നെ പൊതുജനങ്ങളെ വളരെ മോശമായി സംസാരിക്കുന്ന ഒരിക്കലും എനിക്ക് യോജിക്കാൻ പറ്റുന്നത് നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ നാടിന്റെയും ഗുണപ്രദമല്ലാത്തൊരു വിഷയമാണ് ഇത്. അതിനെ അങ്ങേയറ്റം നമ്മൾ എതിർക്കേണ്ടതാണ്. അതിനോട് എന്റെ പൂർണ്ണമായ വിയോജിപ്പ് ഞാൻ രേഖപ്പെടുത്തുകയാണ്. വളരെ നന്ദി സജി വിളിച്ചതിന്. മജീദ് എന്ന പ്രേക്ഷകൻ കോഴിക്കോട് നിന്ന് ചേരുന്നു. എന്താണ് മജീദ് താങ്കളുടെ അഭിപ്രായം? മന്ത്രി ഈ വിഷയത്തിൽ മാപ്പ് പറയേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും മാപ്പ് പറയണം. അദ്ദേഹം മാപ്പ് പറഞ്ഞേ പറ്റും. കാരണം ഒരു മലപ്പുറത്ത് ഒരു മതത്തിനെയാണ് അയാൾ ഇതാക്കിയത്. അവര് പറയുന്ന വെച്ചാൽ ഇവര് പറയുന്നെല്ലാം ഒരു ശൈലിയാന്ന് പറയും. മണി ഒരു ശൈലി പറയും. പിന്നെ ജയരാജൻ പറഞ്ഞ ജയരാജന്റെ ശൈലിയാന്ന് പറയും. പിന്നെ ഈ സുധാകരൻ പറയുമ്പോൾ അയാളെ ശൈലിയാന്ന് പറയും. ഇങ്ങനെ ഇവർ പറയുന്നെല്ലാം ഇത് കേട്ട് കണ്ടിട്ടില്ല. ഇത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവര് പോയി അന്വേഷിച്ച് കാര്യങ്ങൾ നോക്കണം. അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് വിളിക്കണം. എല്ലാവരും അതൊന്നും വിളിക്കാതെ ശ്രീ മജീദ്, അദ്ദേഹം പറയുന്നത് ഇതിനെക്കുറിച്ചുള്ള മൈനിങ്ങിനെ കുറിച്ചുള്ള ചർച്ചകൾ ചാനൽ ചർച്ചകളിലും മറ്റും മലപ്പുറത്തു നിന്നുള്ളവർ പങ്കെടുക്കുന്നത് കണ്ടിട്ടാണ് അദ്ദേഹം ആ രീതിയിൽ ഒരു പരാമർശം നടത്തിയത് എന്നാണ്. അതെ, മലപ്പുറത്തുകാർ വന്ന് ചാനൽ ചർച്ചയിലുണ്ടെങ്കിൽ അതിലെന്ത് കാര്യം? അതിലെന്ത് തെറ്റ്? അതിനെ ഒരു മലപ്പുറത്തിൽ എല്ലാവരെയും കുറ്റം പറയുന്നു. ഒരു മതത്തിനടക്കം കുറ്റം പറയേണ്ട ആവശ്യമുണ്ടോ? അത് മലപ്പുറക്കാരെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? മലപ്പുറത്ത് കേരളത്തിലല്ലേ? അതിന്റെ അമേരിക്കയിൽ നിന്നും വന്നല്ലേ, ചൈനയിൽ നിന്നും വന്നതാ? ഇവരെ ചൈനയിൽ നിന്ന് വന്ന പോലെ ഇവരെ വർത്തമാനം കേട്ടാല് ഈ കേരളത്തിലെ ഒരു സ്ഥലമല്ലേ? കേരളത്തിലെ ആൾക്കാരല്ലേ ഇവിടെ? കേരളത്തിൽ എല്ലാവർക്കും പോയി ഇതിൽ കേരളത്തിൽ ഇടപെടാമല്ലോ. മനുഷ്യ അന്ന് പ്രളയം വന്നപ്പോ എല്ലാ സ്ഥലത്തും വന്നില്ലേ ജനങ്ങൾ? കേരളത്തിന് മലപ്പുറത്ത് മാത്രമേ വന്നിട്ടുള്ളൂ, അല്ലെ കണ്ണൂരിൽ മാത്രമേ ആൾ പോയിട്ടുള്ളൂ. ശരി, വളരെ നന്ദി മജീദ് വിളിച്ചതിന്. മനോജ് എന്ന പ്രേക്ഷകൻ ഹൈദരാബാദിൽ നിന്നും ചേരുന്നു. മനോജ്, താങ്കൾ എന്താണ് ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത്? എന്താണ് താങ്കളുടെ അഭിപ്രായം? അദ്ദേഹം ടെലിഫോൺ ലൈനിലില്ല. ചേർത്തലയിൽ നിന്ന് നിഹാബ് എന്ന പ്രേക്ഷകൻ ചേരുന്നു. നിഹാബ്, പറയൂ. ഹലോ, പറയൂ, എന്താണ് താങ്കളുടെ അഭിപ്രായം? ഈ കേരള മന്ത്രി ഇപ്പോൾ മന്ത്രിയായ ജയരാജൻ ഇങ്ങനെ ഒരു അഭിപ്രായം പറയാൻ പാടുണ്ടോ? കാരണം മലപ്പുറം ജില്ല കേരളത്തിലൊരു ജില്ല തന്നെയാണല്ലോ. ഹലോ, പറയൂ, കേൾക്കാം. ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഇങ്ങനെ ഒരു അഭിപ്രായം പറയാൻ പാടില്ല എന്നുള്ളതാണ്. മലപ്പുറത്തുകാരെ ആകെ അപമാനിക്കുന്ന തരത്തിലായി പോയോ മന്ത്രിയുടെ പരാമർശം? മലപ്പുറംകാരൻ മാത്രമല്ലല്ലോ, അത് കേരള ജനതയെ മൊത്തം അപമാനിക്കുന്ന ഒരു വർത്തമാനമല്ലേ? ശരി, വളരെ നന്ദി നിഹാബ് വിളിച്ചതിനും അഭിപ്രായം പറഞ്ഞതിനും. വൈശാഖ് എന്ന പ്രേക്ഷകൻ ചേരുന്നു. വൈശാഖ്, പറയൂ. വൈശാഖ്, കേൾക്കാമോ? ടെലിഫോൺ ലൈൻ കട്ടായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് മലപ്പുറത്തു നിന്നുള്ളവരാണ് ആലപ്പാട്ട് സമരം ചെയ്യുന്നത് എന്ന തരത്തിൽ വിവാദമായ പരാമർശം
മന്ത്രി ഇ പി ജയരാജൻ നടത്തിയത്. അതിനോട് ഇന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് അദ്ദേഹം ആ സാഹചര്യം വിശദീകരിക്കുന്നത്. ആലപ്പാട്ട് സമരം ചെയ്യുന്നത് മലപ്പുറത്തുകാരാണ് എന്ന് താൻ പറഞ്ഞത് ഒരു പ്രയോഗത്തിന്റെ ഭാഗമായാണ്, പ്രയോഗമായി കരുതിയാൽ മതി എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് മലപ്പുറത്ത് താനൂരും തിരൂരുമാണ് കടലുള്ളത്. മലപ്പുറം എന്ന പ്രദേശത്ത് കടലില്ല. ഇവിടെ നിന്നുള്ളവർ മൈനിങ്ങിനെ കുറിച്ച് നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കുന്നത് എന്തിനാണ്? അത് കണ്ടിട്ടാണ് താൻ അത്തരമൊരു പരാമർശം നടത്തിയത് എന്നും മന്ത്രി പറഞ്ഞു. ആര് വിചാരിച്ചാലും ആലപ്പാട്ടെ ഖനനം നിർത്താൻ കഴിയില്ല, അത് മുന്നോട്ട് കൊണ്ടുപോകും എന്നും അദ്ദേഹം വ്യവസായ മന്ത്രി എന്ന നിലയിൽ ഇന്ന് മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നു, ഷഫീഖ് ചവറയിൽ നിന്നും ഷഫീഖാണ് ചേരുന്നത്. ഷഫീഖ്, എന്താണ് താങ്കളുടെ അഭിപ്രായം? മേഡം, ഇതിനെക്കുറിച്ച് അറിയാൻ വയ്യാതെ ഈ മലപ്പുറത്തുകാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് നല്ലൊരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു സംസാരത്തിനിടയ്ക്ക് പല കാര്യങ്ങളും ചിലപ്പം തെറ്റുകൾ വന്നിരിക്കാം. അതിന് ഇത്രയും അങ്ങ് വലിയ രീതിയിൽ ഇതങ്ങ് കൊട്ടിഘോഷിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. അദ്ദേഹം അരിയാഹാരം കഴിക്കുന്ന ഒരു മനുഷ്യനാണ്. ചിലപ്പോൾ സംസാരത്തിനിടയ്ക്ക് പല കാര്യങ്ങളും നമ്മൾ നാട്ടിൻപുറത്തെ രീതിയിൽ സംസാരിക്കും. അത് ഇത്രയും വലിയ കാര്യമായിട്ടൊന്നും മലപ്പുറത്തുകാരൊന്നും എടുക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല ഇതിനകത്ത്. കുറേയേറെ ആ പ്രദേശത്തോട് അടുത്ത് ഉള്ള ഒരാളാണല്ലോ താങ്കൾ. എന്താണ് ആലപ്പാടിന്റെ പ്രശ്നത്തെ പറ്റി താങ്കൾക്ക് അറിയാവുന്നത്? അടുത്തുള്ള ആളെന്ന് മാത്രമല്ല, ഈ IRE എന്ന് പറയുന്ന കമ്പനി ജോലി ചെയ്യുന്ന ഒരു വ്യക്തി കൊണ്ടാണ് ഞാൻ. ഈ ഇത്രയും കോടാനുകോടി രൂപ വിലയുള്ള ധാതുമണല് സ്വകാര്യ കമ്പനികൾ വന്ന് കോടികൾ അവന്മാർ അവിടുന്ന് കൊണ്ടുപോകാനുള്ള പണികളാണ് നടത്തുന്നതല്ല. ശരി, വളരെ നന്ദി ഷഫീഖ് വിളിച്ചതിനും സംസാരിച്ചതിനും. മലപ്പുറത്ത് നിന്ന് സലീം എന്ന പ്രേക്ഷകൻ കൂടി ചേരുന്നു. സലീം, ഒരു മലപ്പുറത്തുകാരൻ എന്ന നിലയിൽ മന്ത്രിയുടെ ഈ പരാമർശത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? ഇന്ന് അദ്ദേഹം നടത്തിയ വിശദീകരണത്തെ എങ്ങനെ കാണുന്നു? സലീം, ടിവിയിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കും. മലപ്പുറത്തിനെ മൊത്തമാണ് ഇപ്പൊ ഇവര് അപമാനിച്ചിരിക്കണേ. പറയൂ. ഹലോ, ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കൂ. അദ്ദേഹം ടിവിയിൽ ശ്രദ്ധിച്ച് സംസാരിക്കുന്നത് കൊണ്ടാണ് വ്യക്തത കുറവുള്ളത്. വളരെ നന്ദി സലീം വിളിച്ചതിന്. എന്തായാലും മലപ്പുറത്തുകാരെ അധിക്ഷേപിക്കുന്ന തരത്തിലായിപ്പോയി, അപമാനിക്കുന്ന തരത്തിലായിപ്പോയി മന്ത്രിയുടെ പ്രസ്താവന എന്ന ഭൂരിഭാഗം പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നുണ്ട്. വളരെ നന്ദി വിളിച്ച എല്ലാവർക്കും.